തൃപ്പൂണിത്തുറ എംഎൽഎ കെ ബാബുവിന് ഇന്ന് നിർണായക ദിനമാണ്. തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചതായും വോട്ട് അഭ്യർത്ഥിച്ചുള്ള സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതായും സ്വരാജ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിനെതിരെ ബാബു നൽകിയ ഹർജി സുപ്രീംകോടതിയും തള്ളിയിരുന്നു. 1030 വോട്ടുകൾക്കായിരുന്നു കെ ബാബുവിന്റെ വിജയം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരും. ആജ്ഞ, തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് വിഷയം ഇന്ന് ഹൈക്കോടതി വിധി പറയുകയാണ്. എത്രത്തോളം നിർണായകമാണ് കെ ബാബുവിനും ഒപ്പം എം സ്വരാജിനും? പാർവതി സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഒരു എംഎൽഎയെ സംബന്ധിച്ചിട്ട് അങ്ങേയറ്റം നിർണായകമായ ഒരു തീരുമാനമാണെന്ന് ഹൈക്കോടതിയിൽ നിന്നും വരേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് എതിർ സ്ഥാനാർത്ഥി മുൻ എംഎൽഎമായിരുന്ന എം സ്വരാജ് തൃപ്പൂണിത്തുറ എംഎൽഎ കെ ബാബുവിനെതിരെ ഈ ഹർജി ഫയൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിനിടയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് സ്വരാജിന്റെ പരാതി. വോട്ടർ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചാണ് വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്തത് എന്നാണ് ഹർജിയിൽ സൂചനയുള്ളത്. ഇത് നേരത്തെ ഈ ഹർജിക്കെതിരെ ബാബു നടത്തിയ പോരാട്ടത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബാബുവിന്റെ ഹർജികൾ തള്ളിയിരുന്നു. അതിനുശേഷം ആണ് കഴിഞ്ഞ മാർച്ചിൽ സബ്മിറ്റ് ചെയ്ത ഹർജിയാണിത്. അതിനുശേഷം ഇന്ന് വീണ്ടും അക്കാര്യത്തിൽ വിധിയാണ് ഇന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനമൊട്ടാകെ അങ്ങേയറ്റം ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു തൃക്കാക്കര. അത്രയും ടൈറ്റ് മത്സരമായിരുന്നു. 992 വോട്ടുകൾക്കാണ് അന്ന് കെ ബാബു ജയിക്കുന്നത്. ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും അവസാന നിമിഷമാണ് കെ ബാബുവിന്റെ വിജയം തന്നെ ഉറപ്പാക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കെ ബാബു ജയിച്ചത് മതപരമായിട്ടുള്ള ഇടപെടലുകളേക്കുള്ള ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ചും ആ സമയത്ത് ശബരിമല വിഷയം വ്യാപകമായിരുന്നതല്ല, ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് വിശ്വാസികളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം കൂടിയാണ് സ്വരാജ് ഹർജിയിലൂടെ ഉന്നയിക്കുന്നത്. ഈ ഒരു രീതിയിലുള്ള ഹർജി നിലനിൽക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ നിരീക്ഷണവും. അതുകൊണ്ട് തന്നെ കെ ബാബുവിനെ സംബന്ധിച്ച ഇന്ന് ഈ വിധി അങ്ങേയറ്റം നിർണായകമാണ്. കെ ബാബു നിലവിൽ തൃപ്പൂണിത്തുറ എംഎൽഎ കൂടിയാണ്. മുൻ എംഎൽഎ കൂടിയായിരുന്ന സ്വരാജാണ്, എതിർ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന സ്വരാജാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പാർവതി, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഉണ്ടാകുന്ന ഈ വിധി ഇരു മുന്നണികൾക്കും എത്രത്തോളം നിർണായകമാണ്? പാർവതി, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ സ്വരാജ് ആയിരുന്നു അവിടെ മത്സരിച്ചത്, ഇത്തവണ UDF ആയിരുന്നു മത്സരിച്ചിരുന്നത്. അത് ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു പ്രതിഭാസം തൃപ്പൂണിത്തുറയിലുണ്ട്. എന്നിരുന്നാൽ പോലും എറണാകുളം ജില്ലയിലെ 7 മണ്ഡലങ്ങളും UDFിനൊപ്പം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ മണ്ഡലങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. 7 മണ്ഡലങ്ങളും UDFിനൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ആ മണ്ഡലത്തിലെ വോട്ട് ഷെയറിനെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. സ്വരാജിന് അനുകൂലമായി വിധി വരികയാണെങ്കിൽ, കെ ബാബുവിന് എതിരായി വിധി വരികയാണെങ്കിൽ ആ ഒരു മണ്ഡലത്തിലെ വോട്ടർമാരെ അത് സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതൊരു നിർണായക വിധിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കെ ബാബുവിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും സിറ്റിംഗ് MLA ആണ്, അദ്ദേഹത്തെ സംബന്ധിച്ചും ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MLA ആണ്. അങ്ങേയറ്റം കടുത്ത മത്സരമായിരുന്നു. വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ തന്നെ അവസാന നിമിഷമാണ് കെ ബാബു വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നത് തന്നെ. അത് മറ്റെല്ലാ മണ്ഡലങ്ങളിലേക്കാളും ഏറ്റവും ചെറിയ ഭൂരിപക്ഷമായിരുന്നു കെ ബാബു നേടിയിരുന്നതും. കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഹർജി എം സ്വരാജ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. പാർവതി, ആജ്ഞ, എപ്പോഴായിരിക്കും കോടതി ഇക്കാര്യത്തിൽ വിധി പറയുക? ഒരു 11:30 ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് അറിയാൻ കഴിയുക. പാർവതി, ശരി. തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന് ഇന്ന് നിർണായക ദിനമാണ്. തെരഞ്ഞെടുപ്പ് വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എം സ്വരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വിവരങ്ങൾ നൽകിയത് ആജ്ഞ രവീന്ദ്രൻ.